സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് മരണപ്പെട്ട ഖബറിനുള്ളത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനുണ്ടെങ്കിൽ മറുപടി പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. പ്രഭാഷണം ആരെ കൊണ്ടും കഴിയാമല്ലോ. പ്രഭാഷണമല്ലല്ലോ, ചോദിച്ചില്ലല്ലോ മറുപടി പറഞ്ഞത്. മറുപടി പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് പ്രഭാഷണമാണെന്ന് തോന്നിപ്പോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇനി വിശദീകരിക്കുക. ഇബ്നുൽ സഖാഫി പറഞ്ഞതൊന്ന് വിശദീകരിക്കുക. അതായത് റസൂലുള്ള സ്വഹാബത്തിന്റെ ഖബറുകളിൽ വന്ന് ആണ്ട് നടത്തിയതെന്നാണ് ഈ ചോദ്യം. ആണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ആണ്ട്, ഇവിടെ ഈ നാട്ടിൽ ഉറൂസ് എന്നാണ് പറയല്ലേ, ആണ്ടെന്ന് പറയാം. ആണ്ട് കൊല്ലത്തിലൊരിക്കൽ ചെയ്യുന്ന പരിപാടിയാണ്. കൊല്ലത്തിലൊരിക്കൽ എല്ലാവരും കൂടി കൂടിയിട്ട് സിയാറത്ത് ചെയ്യും. അങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ഒരുമിച്ച് കൂടും, ഖുർആൻ ചെയ്യും, ഭക്ഷണം കഴിക്കും. ഇതാണ് ഈ പറഞ്ഞ പരിപാടി. ഇതിനാണ് ആണ്ട് എന്ന് പറയാം. ഇത് ചെയ്തിട്ടുണ്ടോ എന്നതാണ് ഇയാൾ ചോദിച്ചത്. അതിനാണ് മറുപടി പറഞ്ഞത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂറു ഖുബൂറ ശുഹദാഇ ഉഹുദ് അലാ റഇസി കുല്ലി സന. എല്ലാ വർഷം തികയുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് എന്തു ചെയ്യുന്നു? ഉഹുദ് ശുഹദാക്കളുടെ ജാറത്തിങ്കലിൽ ഖബറിങ്കലിൽ വന്ന് അവിടെ സിയാറത്ത് ചെയ്തിരുന്നു. കൊല്ലത്തിലൊരിക്കൽ, ആണ്ടിൽ, ആകെ ആണ്ടിലൊരിക്കലുള്ളൂ എന്നല്ല, വർഷം തികയുമ്പോ ആ കൊല്ലം പൂർത്തിയാകണ അന്ന് റസൂലുള്ളാഹി ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം വകാന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ ഉമർ വ ഉസ്മാൻ യഫഅലൂനഹു. ഇമാം റാജി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മുസന്നഫ് അബ്ദുർ റസാഖിലും കാണാവുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം സിദ്ദീഖുൽ അക്ബർ ഇപ്രകാരം ആണ്ട് കഴിച്ചിരുന്നു, ഉമറുൽ ഫാറൂഖ് കഴിച്ചിരുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കഴിച്ചിരുന്നു. അവരൊക്കെ തന്നെയും ഇപ്രകാരം ചെയ്തവരാ. അതിനാണ് ആണ്ട് എന്ന് പറയുക. അതന്നെയാണ് നബിതങ്ങൾ കഴിച്ചിരുന്നത്. പിന്നെ ഇന്ന് ചെയ്യുന്നത് പോലെ കൊടി വെച്ചിരുന്നോ? കൊടി വെച്ചിരുന്നില്ല. കൊടി വെക്കുമ്പോഴൊക്കെ ഈ തൗഹീദ് ശിർക്ക് വരുന്ന അതെനിക്ക് മനസ്സിലാവില്ല. കൊടി കുത്തുന്നതും കുത്താത്തതും അല്ല വിഷയം. കൊടി കുത്തിയ തൗഹീദ്, കൊടി കുത്തിയില്ലെങ്കിൽ ശിർക്ക്, അങ്ങനെയുണ്ടോ? എന്നാ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് വലിയ ആവേശത്തിൽ നടത്തുന്ന പരിപാടിയാണല്ലോ ഇപ്പോ. എന്ത് സാൽവേഷൻ? ഒരു ഗ്രൂപ്പ് നടത്തുന്നതാ സാൽവേഷൻ. മറ്റേ ഗ്രൂപ്പിന് അത് വേണ്ട. സാധാരണ നടത്തുന്ന നമുക്കറിയാം ശബാബ് വാരിക പ്രസിദ്ധീകരിക്കുന്നുണ്ട് അവർ. അതുപോലെ കുടുംബ പഴയ പ്രസിദ്ധീകരണ റസൂൽ നടത്തിയിരുന്നു. നമ്മൾ അങ്ങനെ പറയാം, ശബാബ് റസൂലിന് എത്ര വാരിക റസൂൽ നടത്തിയിട്ടുണ്ട്? ശബാബ് വാരിക അല്ലെങ്കിൽ അതുപോലത്തെ വാരിക റസൂൽ നടത്തിയിട്ടുണ്ടോ? അൽമനാർ വാരിക റസൂൽ നടത്തിയിട്ടുണ്ടോ? അതുപോലെ തന്നെ എക്സിബിഷൻ, സാൽവേഷൻ ഒന്നുമില്ല. അപ്പൊ റസൂൽ നടത്തിയിട്ടുണ്ടോ വെച്ചാൽ ഞങ്ങളെല്ലാം റസൂൽ നടത്തിയ മാതിരി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് അതിന്റെ തൊലി. അതൊക്കെ വെറുതെ ആളെ പൊട്ടിസാക്കാൻ പറയാം. കൊടി കുത്തുമ്പോ തൗഹീദ്, കൊടി മാറ്റിയ ശിർക്ക്, അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആണ്ട് നടത്തുന്നുണ്ടോ അതിന് തെളിവുണ്ട്. ഇതാണിപ്പോ നമ്മൾ പറഞ്ഞത്. ഒന്ന്, പിന്നെ ചില ജാറങ്ങളിൽ നടക്കുന്ന ചില ആണ്ടിനോടനുബന്ധിച്ച് നടക്കുന്ന തെറ്റായ പ്രവണതകളുണ്ട്. അത് തെറ്റെന്നതിന് അതിലാർക്കും സംശയമില്ല. ഞങ്ങൾ ആരും അതിനെ അംഗീകരിച്ചിട്ടില്ല. ജാറങ്ങളിൽ നടക്കുന്ന ഹറാമുകളുണ്ട്, അല്ലെ? ഗാനമേളകളുണ്ട്. അതുപോലെ തന്നെ പരപുരുഷ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകേറലുണ്ട്, അണികേറലുണ്ട്, കാണലുണ്ട്, തുടലുണ്ട്. പല ഹറാമും നടക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല. ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സമസ്തയുടെ ഉലമാക്കൾ 1950കളിൽ, ഞാനൊന്നും ജനിച്ചിട്ടില്ല, എന്റെ ബാപ്പ ജനിച്ചിരുന്നാവോ, ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ഉലമാക്കൾ സമസ്തയുടെ പത്രം അൽബയാൻ എന്റെ കൈവശമുണ്ട്. അതിലിത് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. നോക്കൂ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അറബി മലയാളത്തിലാ സഹോദരന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നത് അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് നേർച്ചയെന്ന് മാത്രമല്ല, മുജാഹിദ് സമ്മേളനത്തിൽ ഇങ്ങനെ ആണും പെണ്ണും കൂടി കലർന്നാലും ഞങ്ങൾ അംഗീകരിക്കൂല. ഹറാമെന്നേറല്ലോ, ഉറപ്പല്ലേ? എന്റെ കയ്യിലുണ്ട്, വലിയ ഞാൻ കാണിച്ചിറങ്ങി. സംശയമാണ് ഈ മുജാഹിദിന്റെ കൂടിക്കലറിന് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നുണ്ടല്ലോ. നല്ല മട്ടുണ്ടാവും. ഒന്ന് വെച്ചു കൊടുത്താൽ ഒന്ന് സംഗതി നല്ലതല്ലേ? മുജാഹിദ് സമ്മേളനം, ശങ്കരൻകോത്ത് വരുന്ന മുജാഹിദ് സമ്മേളനം. ആ മുജാഹിദ് സമ്മേളനം നമ്മളെ ജാറങ്ങളിൽ ആണും സ്ത്രീകളും പുരുഷന്മാരും കാണുന്ന കഥ പറയും. തെറ്റെന്നെയാണ്. ഞങ്ങൾ ആരും അത് അംഗീകരിക്കുന്നില്ല, ഹറാമാണ്. ഞാൻ നിങ്ങൾക്കറിയോ മുജാഹിദിന്റെ തൗഹീദിന്റെ ബൊപ്പക്കുത്തരെ, തൗഹീദിന്റെ ലോഹയോലി ധരിച്ചത്, തൗഹീദിന്റെ ഷർട്ടാണ്, തൗഹീദിന്റെ കുപ്പ, അതുപോലെ തുണിയ, തൗഹീദിന്റെ എല്ലാം തൗഹീദാ. ആ തൗഹീദിന്റെ ആൾക്കാരെ കേന്ദ്രത്തിൽ നടന്നതിന്റെ അവസ്ഥയാണ്. നിങ്ങളൊന്ന് വെച്ചു കാണി, ഒന്ന് വെച്ചു കൊടുത്ത വെച്ചില്ലേ? ചങ്ങരംകുളത്ത് ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും തന്നെ അവിടെ കാണില്ല. ചെമ്പ് വെച്ചിട്ടുള്ള ആ ചെമ്പിന്റെ അരികിൽ കണ്ട കുറെ ആണും പെണ്ണുങ്ങളും. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി വേറൊന്ന് വെച്ചു കൊടുത്ത എന്താപ്പത്? ലേഡീസ് എഴുതി കൊടുക്കുന്നതാണ്. അത് കാണുന്നുണ്ടോ? ലേഡീസ് എന്ന് എഴുതി കാണിച്ചിരുന്നേ. അപ്പൊ അവിടെ നിങ്ങൾ ചോദിക്കുന്നത് താടി വെച്ച ലേഡീസ്. അങ്ങനെ ചിന്തിക്കണ്ട. അത് മുജാഹിദ് പെണ്ണുങ്ങൾക്ക് താടി വന്നതല്ല. പെണ്ണുങ്ങളുള്ളവർക്ക് മുജാഹിദ് മൗലവിമാര് താടി വെച്ചാണ് പോയതാ. ഇത് അവിടെ ഈ ശിർക്കും തൗഹീദൊന്നുമില്ല. ഞങ്ങൾ ഈ ജാറങ്ങളിൽ മാത്രമേ തൗഹീദ് കൊടുക്കുള്ളൂ.
വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പൊ ഞാൻ പറയുന്നത് വേറെ കുറെ എന്തിന്റെയൊക്കെ അതൊക്കെ തെറ്റാണ്. അത് ജാറങ്ങളിലാണ്. എന്തൊരു ജാറും മുജാഹിദ് അതൊക്കെ മാറ്റി വെക്കുക. നമ്മള് ഹജ്ജിന് പോണില്ലേ മക്കത്ത് തവാഫ് ചെയ്യുന്നത് സിയാദ് പറയുന്നുണ്ട്, സൗദിയിലാണ് വരുന്നത്, എനിക്കറിയാം. നിങ്ങൾക്കറിയോ അവിടെ പോയാൽ തവാഫ് ചെയ്യുന്നത് എങ്ങനെ? നമ്മളൊക്കെ നല്ല മക്കത്തിൽ ഔറത്ത് മറിച്ച് നല്ല കേരളത്തിൽ നിന്ന് പോകുന്നവരൊക്കെ നല്ല ഇതാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല വിവരമുള്ള അതേ അവസ്ഥയിൽ വിവരമില്ലാത്ത കുറെ ആളുകൾ അവിടെ വരുന്നുണ്ട്. സ്ത്രീകളെ മറക്കേണ്ട ഭാഗം മറച്ചിട്ടില്ല. ഔറത്ത് കൈ മുഴുവൻ മറക്കാതെ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന എത്ര ആള്. ഇതൊക്കെ മക്കത്ത് മതിയും. അതുകൊണ്ട് ഇനി മുതൽ തവാഫ് തന്നെ പാടില്ല, ചുരുക്കാണ്, കുഫറാണ്, വിദഅത്താണെന്ന് പറയാൻ പറ്റുമോ? തെറ്റാണത്. തെറ്റുകൾ മാറ്റണം, ശരികൾ നിലനിർത്തണം. ഇതാണ് ഇസ്ലാമിന്റെ സമീപനം. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുകയാണ്, മറുപടി പറഞ്ഞിട്ടില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട. അതൊക്കെ ഞങ്ങൾ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ആ ചോദ്യത്തിന്റെ ഭാഗത്തിലേക്ക് ഒരു 5 മിനിറ്റ് നിങ്ങൾ എന്നോട് നിൽക്കണം. നേരത്തെ പറഞ്ഞല്ലോ, സഹാബത്തെ പൂർവികർ ഇമാമോളോ ഓരാരെങ്കിലും ജാറങ്ങളുണ്ടോ? എല്ലായിടത്തും ജാറുണ്ട്. മുജാഹിദ് 2005 ഇസ്ലാഹി മാസികയിൽ ഒരു വെല്ലുവിളി വിളിച്ചു. എന്താണെന്നറിയോ? അവർ പറഞ്ഞു, കേരളത്തിലല്ലാതെ ജാറങ്ങളില്ല. ലോകത്തിൽ ലക്ഷക്കണക്കായ പ്രവാചകന്മാർ വന്നു, ഒരു 10 ആളെ ഖബറെങ്കിലും ലോകത്ത് ജാറായിട്ടുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ഞങ്ങളതിന് 100 ആളുകളുടെ മഹാത്മാക്കളുടെ ജാറം വെച്ച കാണാ കാഴ്ചകളാണ് ഞങ്ങളതിന് മറുപടിയായി ഇറക്കിയത്. ഇതുവരെ അതിന് പ്രതികരിച്ചിട്ടില്ല, മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ റമദാനിന് ശേഷം കേരളത്തിൽ നിന്ന് ഞങ്ങളൊരു സംഘം ആളുകൾ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളോട് കൂടെ പഞ്ചരാഷ്ട്ര സിയാറത്ത് നടത്തി. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സിറിയ, ജോർദാൻ, ഫലസ്തീൻ, അതുപോലെ മിസ്ർ, ഇസ്രയേൽ, ഈ 5 രാഷ്ട്രങ്ങളിൽ പോയപ്പോ സുബ്ഹാനല്ലാഹ് ജാറങ്ങളൊക്കെ അവിടെയുള്ളത്. നമ്മുടെ നാട്ടിലൊന്നും ജാറില്ല എന്ന് പറയാം. അവിടെ നമ്മുടെ നാട്ടിലെ ജാറൊക്കെ അവിടുത്തെ ഒരു ജാറത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരാനുള്ളൂ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അമ്പിയാക്കളുടെ ജാറങ്ങൾ തന്നെ ഒന്ന് വെച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം മഹാനവറുകളുടെ ജാറം വലിയ ജാറാണ് ഞാൻ പറയല്ല. ഇമാം നബവിയുടെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിന്റെ കൈവശമുണ്ട്. ആ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഇമാം നബവി പറയുന്നത് എന്താണ്? അത് ശുഐബ് നബിയുടെ ജാറം ഷാമിലാണ്. മാത്രമല്ല ആ ഖബറിന്റെ മേലെ വലിയ ജാറമുണ്ട്. ജനങ്ങളിതാ ബറക്കത്തെടുക്കാൻ വേണ്ടിയും സിയാറത്തിന് വേണ്ടിയും വിദൂര ദിക്കുകളിൽ നിന്ന് വരേക്കും അങ്ങോട്ട് ആളുകൾ വരുന്നുണ്ട്. ആരാത് പറയുന്നത്? ഇമാം നബവി റഹിമഹുല്ലാ തന്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന് പറയുന്ന ഈ കിതാബിൽ വളരെ വ്യക്തമായി എഴുതുക. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, പടച്ചോൻ എന്നാ ശുഐബ് നബിയുടെ ജാറൊന്ന് കാണണമല്ലോ. ഞങ്ങൾ പോയ പഴയ ഷാമു എന്ന് പറയുന്ന സ്ഥലം വെച്ചുകൊടുത്ത് ശുഐബ് നബിയുടെ ജാറം കണ്ടോ. നബിയുല്ലാഹി ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി നിങ്ങൾക്ക് അവിടെ കാണാം, ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്നതൊന്നും കാണാം. അതന്നെയാണത്. ഇനി നിങ്ങൾ നോക്ക്, ശുഐബ് നബി മാത്രമല്ല വേറൊരു ജാറം, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജാറം. അത് ഒമാനിലെ സലാമിലാണ്. ജാറത്തിന്റെ താഴികക്കൂടാണ്. ഈ ജാറം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത്രക്ക് വലിയ ജാറ. അവിടെ ഖബർ നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അയ്യൂബ് നബിയുടെ ജാറത്തിന്റെ എത്ര ആളുകളാ ദുആ ചെയ്യുന്നത്, എത്രയാണതുള്ളത്? മുജാഹിദ് പറയും കേരളത്തിൽ മാത്രമേ നാളുള്ളൂ. ഇനി നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖാമ് ജാറം നോക്കുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ ജാറ എവിടെയാണത്? ഫലസ്തീനിലാണ്. അവിടെ ബോർഡ് ഇപ്പോഴും കാണാം, സയ്യിദുനാ ഇബ്രാഹിമുൽ ഖലീൽ അലൈഹിസ്സലാം എന്ന ബോർഡ് വരെ കാണാം. ഇസ്ഹാഖ് നബിയുടെ ജാറം കാണാം, ബോർഡ് സൈഡ് അവിടെ കാണാം. ഇസ്ഹാഖ് നബിയുടെ ഭാര്യ റഫഖത്ത് റളിയല്ലാഹു അൻഹയുടെ ജാറത്തിന്റെ ബോർഡ് വരെ അവിടെ കാണാം. എത്ര ആളുകൾ മഹാത്മാക്കളുടെ ജാറങ്ങൾ. സഹോദരന്മാരെ, ഇത് നിങ്ങൾക്കറിയണോ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജാറം എന്നെ ഹദാൻ ആകർഷിച്ചു പോയി. കാരണം ഫലസ്തീനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലത്ത് ആ ജാറം നിങ്ങൾക്കറിയോ സഹോദരന്മാരെ? അത് ഞാനിങ്ങനെ നിന്ന് നോക്കിയപ്പോ എന്റെ തലയേക്കാളും നീണ്ടു നിൽക്കുന്നുണ്ട് ആ ഖബർ. എത്രയാണ് ആ ജാറത്തിന്റെ വലിപ്പം എന്നറിയോ? നിങ്ങൾ നോക്കി, അവിടെ കല്ലമല്ലാഹു മൂസാ തക്ലീമ എന്നൊക്കെ എഴുതി ആയത്ത് കൊണ്ടുള്ള ശീലയും പട്ടും പൊതിയും എന്താ നമ്മൾ പറയാ, തുണിയൊക്കെ വിരിച്ച് നല്ല ഖബർ. അവിടെ ചെന്നപ്പോ എനിക്ക് വേറെ അതിലേറെ ഒരു അതിശയം കണ്ടു. എന്താണെന്നറിയോ? അവിടെ ആ ജാറത്തിന്റെ അടിക്കൽ നേർച്ചപ്പെട്ടില്ല. അതാണ് സംഭവം. മുജാഹിദ് പറയും ഇതൊക്കെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. അവിടെ നേർച്ചപ്പെട്ടി നോക്കൂ, മൂസാ നബിന്റെ മഖാമിന്റെ അവിടെ നേർച്ചപ്പെട്ടി. അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട് സുന്ദൂഖ് തബർറുആത്ത്, അതായത് സംഭാവന പെട്ടിയാണ്. ഞാൻ ഉടനെ എന്റെ മൊബൈലിനെടുത്ത ഫോട്ടോ ഉള്ളത്. കാരണം എനിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നമ്മളെ തിരുവനന്തപുരത്തിന് ആവശ്യമുണ്ടാവും, എനിക്കറിയാം. അങ്ങനെ ഞാനത് റെക്കോർഡ് ചെയ്തു. എല്ലാവരും ജാറങ്ങൾ എത്രയാണ് കുറച്ചെന്ന് ഞാനത് പറഞ്ഞ സമയം വൈകും. ഒരുപാട് മഹാന്മാക്കൾ, ഇമാമുകൾ, അമ്പിയാക്കളുടെ ജാറം തന്നെ ബഹുമാനപ്പെട്ട യൂശൈ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്ഖാല മൂസാ ലി ഫതാഹു എന്ന് ഖുർആൻ പറഞ്ഞ ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യരായി കൂടെ കഴിഞ്ഞ യൂശൈ നബി, ആ യൂശൈ നബിന്റെ ജാറം. ദാനിയാൽ നബിയുടെ ജാറം കാണാം. ദാനിയാൽ നബി, മസ്ജിദുൻ നബി ദാനിയാൽ എന്ന ഒരു വലിയ ജാറമുണ്ട്. ആ പള്ളിയിലൂടെ പോയിട്ടാണ് ആ ജാറം. അവിടെ നമുക്ക് കാണാൻ കഴിയും. എത്ര ജാറം!
അതുപോലെ ജോർദാനിലെത്തിയാൽ 100 യുദ്ധം കഴിഞ്ഞ ജോർദാനിൽ അവിടുത്തെ ഗവൺമെന്റ് വളരെ പ്രാധാന്യത്തിൽ ഇപ്പോഴും അബ്ദുൽ ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജാരം, അബ്ദുല്ലാഹി ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ജാരം, അതുപോലെ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജാരം, അതൊക്കെ അവിടെ വളരെ ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് ജാറങ്ങളെല്ലാം കൂടി പറയാൻ സമയമില്ല, സമയം വൈകുമെന്നതുകൊണ്ടാണ്. 10ഓളം അമ്പിയാക്കളുടെ ജാറങ്ങൾ ഞങ്ങൾ കണ്ടു. മഹാത്മാക്കളായ സ്വഹാബിയന്മാരുടെ ജാറം നിങ്ങൾക്കറിയോ? അതുപോലെ അശ്റഫുൽ മുബശ്ശരീനിൽപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ജസ്റ്റ് ഒന്നെല്ലാം വെച്ചു കൊടുക്കും, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജാറം, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ മുആദ് ബിൻ ജബൽ എല്ലാ മഹാന്മാക്കളുടെയും മഖ്ബറകൾ, ജാറങ്ങൾ സഹോദരന്മാരെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ലോകത്തെല്ലായിടത്തുമുണ്ട്. മിസ്രിൽ പോയാലോ വിജ്ഞാനത്തിന്റെ നിറകുടമായി പ്രശോഭിക്കുന്ന ജാമിഉൽ അസ്ഹർ നിലനിൽക്കുന്ന കേന്ദ്രമാണ് മിസ്ർ. അവിടെ നോക്കുമ്പോൾ നേരത്തെ ഇസ്മുൽ ഫഖാബി പറഞ്ഞില്ലേ, അവിടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ. സുബ്ഹാനല്ലാഹ്, നോക്ക് നിങ്ങൾ, ആ ധാരമാണത്. അതിന്റെ മുകളിലുള്ള ഒരു ഭയങ്കര കുബ്ബ ഇമാം നവവി റഹിമഹുല്ല തന്റെ ശറഹുൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ പറഞ്ഞു. ആ കുബ്ബയെ കുറിച്ച് പറഞ്ഞു, ബിമാഹു വല്ലായകുൻ ബിമൻസുബിഹീന, ഇമാം ഷാഫിയുടെ സ്ഥാനത്തോട് യോജിക്കുന്ന കുബ്ബയാണ്. അത്ര വലിയ കുബ്ബയും ജാറവും ഇതൊക്കെ ലോകത്ത് ഇപ്പോഴുള്ളതാ. ഇതിപ്പോ ആളൊന്നും ഈ കുബ്ബകളൊക്കെ ഉണ്ടാക്കിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ആയിരക്കണക്കായ, 10,000-കണക്കായ, ലക്ഷക്കണക്കായ ഇമാമുകൾ കഴിഞ്ഞുപോയി. അവരാരെങ്കിലും പറഞ്ഞോ ഇതൊന്നും ശരിയല്ല, അനിസ്ലാമികമാണ്, ഇതൊക്കെ പൊളിക്കേണ്ടതാണെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഇത് ലോകത്താകം പറഞ്ഞതാരാ? കേരളത്തിലെ വഹാബികൾ മാത്രമാണ്. അപ്പൊ സഹോദരന്മാരെ, അതില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഇസ്ലാമിൽ ഒരുപാട് പ്രമാണങ്ങളെ കൊണ്ട് തിരപ്പെട്ട കാര്യമാണ്. അത് മുസ്ലിം ലോകത്ത് നടക്കുന്ന ആചാരമാണ്. അത് ശിർക്കാണെന്നോ കുഫറാണെന്നോ പറയാനും തെളിയിക്കാനും ആർക്കും കഴിയുന്നില്ല. ഈ കാണാക്കാഴ്ച എന്ന പുസ്തകത്തിന് മറുപടി മുജാഹിദുകാർ ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാഹി മാസിക ഇറക്കിയിട്ടുണ്ട്. അത് വാങ്ങി വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ജാറങ്ങളൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെയെന്നാണ്. ഒന്ന് അതിന് മറുപടി പറഞ്ഞിട്ട് രണ്ടാമത്തെ ഓക്കെ, നമുക്ക് അവസരം തരും. അത്ര അവസരം തരാത്ത പരിപാടി ഞങ്ങൾ ഇതുവരെ തരാതിരുന്നിട്ടില്ലല്ലോ. എന്നാലും ആ ചോദ്യം പറയേണ്ടതുള്ളവരെ അതിന് തരം നിങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ അവസരം. ഇത് മുജാഹിദുകളായ നിങ്ങളും പഠിക്കണം, അല്ലാത്തവരും പഠിക്കണം. ഞങ്ങൾക്ക് യാതൊരു കൂസലുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് മാത്രമേ ചോദിക്കാവൂ. ഇപ്പൊ സുന്നി പ്രവർത്തകർ ചോദിക്കരുതെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ ഒരു സാഹചര്യം വകവെച്ച് നൽകുന്ന ഒരു തുറന്ന സ്വാതന്ത്ര്യമുള്ള ഒരു സംവാദം, ഒരു മുഖാമുഖം നടത്താൻ കഴിയുമോ മുജാഹിദുകൾക്ക്? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. സഹോദരന്മാരെ, ഞങ്ങൾ ഇസ്ലാഹ് മാസികയിൽ അതിന്റെ കഥ വന്നു. ഇസ്ലാഹ് മാസികയിൽ എന്താ പറഞ്ഞത്? 2005 വെല്ലുവിളിച്ചു. അമ്പിയാക്കളുടെ ജാറങ്ങൾ ഒരു 10 ലോകത്തെവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിച്ചിരുന്നു 2005. ഞങ്ങൾ അപ്പോഴാ 100 ജാറങ്ങൾ വെച്ചുകൊണ്ട് കാണാൻ കാഴ്ചകൾ പ്രസിദ്ധീകരിച്ചത്. മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ പുതിയത് 2ാം വാല്യം ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുണ്ട് കുറെ ജാറങ്ങൾ. മറുപടി പറഞ്ഞില്ല. പറഞ്ഞതെന്താ? ജാറങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കാമെന്ന് ശരിയല്ല, അങ്ങനെ ജാറങ്ങളിലേക്ക് പോകുന്നവന് മുശ്രിക്കാണ്, കാഫിറാണ്. എന്താ ഇതിന്റെ മറുപടി? ഇത് മറുപടി ആവുമോ? വെല്ലുവിളി എന്താ? 2005 ഒരു 10 ജാറം, ഒരു 10 നബിയുടെ മക്ബറയെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉള്ളതായി തെളിയിക്കാമോ എന്നാ ചോദ്യം. 10 ഞങ്ങൾ 100 ജാറാണ് വെച്ചെടുത്തു. അപ്പൊ എന്താ മറുപടി? ജാറങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണത്. അതിന് മറുപടി ആവുമോ? എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഇസ്ലാമി മാസിക വായിക്കലില്ലാതെ നിങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ ആദ്യം വായിക്കാൻ നിങ്ങളെ പറ്റിയ നിങ്ങൾ നല്ലോണം പഠിച്ച് ഭരിച്ച് മുറുക്കിയിട്ടേ ഞങ്ങൾ അടുത്ത ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. ഞങ്ങൾ ഒന്നും കാണാതെ വരില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. ആഫീസിൽ നിന്ന് കിട്ടുന്ന ഷീറ്റ് നോക്കിയിട്ട് അവർ വരുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടാണ് ഞങ്ങളിത് വിമർശിക്കാനും ഇത് ശരിയല്ല എന്ന് പറയാനും നടക്കുന്നത്. കാരണം ഇത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചതിനെതിരാ. ഒരൊറ്റ സംഭവം ഞാൻ പറയട്ടെ. മുജാഹിദിന്റെ ഇസ്ലാഹ് മാസിക പറഞ്ഞല്ലോ, എന്ത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ജാറങ്ങളിലേക്ക് പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്. ഇസ്ലാഹി മാസിക നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹി മാസിക പച്ചയായി എഴുതിയത് ഞാൻ നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചില്ലേ സഹോദരന്മാരെ? ആ ഇസ്ലാഹി മാസിക 2009 ജനുവരി ലക്കത്തിലിറങ്ങിയ ഇസ്ലാഹി മാസിക എന്താ പറഞ്ഞത്? ആഗ്രഹം സഫലീകരിക്കാൻ, അതായത് മുറാദ് ഹാസിലാവാൻ വേണ്ടി, ഉദ്ദേശം പൂർത്തിയാവാൻ വേണ്ടി ജാറത്തിങ്കലേക്ക് പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നേരത്തെ ഞാൻ പറഞ്ഞ സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നുൽ മുൻകദിർ തങ്ങൾ അവർ നേരത്തെ റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കിൽ പോയല്ലോ. മുശ്രിക്കായോ കാഫിറായോ ഒന്ന് പറയണം നിങ്ങൾ. വേണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ആരാ ഷാഫി ഇമാമ്?
മുജാഹിദിന്റെ 7ാം സമ്മേളന സുവരിയിൽ എഴുതി. എന്താ എഴുതിയത്? ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയെ പോലത്തൊരു പണ്ഡിതൻ പിന്നീട് ജനിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ എന്താ? ഷാഫി ഇമാമിനേക്കാളും വലിയ ഹദീസ് ഞങ്ങൾ ഹദീസ് പഠിക്കുന്ന അബ്ദുസലാം ലഭിക്കാനാ പറഞ്ഞിരുന്നത്. പിന്നെ അതേ ഗ്രൂപ്പുകാരൻ എഴുതി എന്ത്? ഷാഫി ഇമാമിനെ പോലത്തൊരു പണ്ഡിതൻ പിന്നീട്, അതുപോലത്തെ ഒരു വിവരമുള്ള പണ്ഡിതൻ പിന്നീട് ജനിച്ചിട്ടേ ഇല്ല. ആ പറഞ്ഞ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചെയ്യുന്നതെന്താ? 1000 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ. ഷാഫി ഇമാമിൽ നിന്ന് സനദ് സഹിതം രേഖപ്പെടുത്തി വെച്ച സംഭവം താരീഖ് ബഗ്ദാദ്, ഹാഫിൽ ഖതീബ് ബഗ്ദാദി, ഹിജ്റ 463 വഫാത്തായ പണ്ഡിതൻ അവരെഴുതിയ ഈ ഗ്രന്ഥത്തിൽ ഷാഫി ഇമാമിൽ നിന്ന് സനദ് സഹിതം റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ശിഷ്യൻ അലി ഇബ്നു മൈമൂൻ പറയുന്നു, ഖാല സമിഅ്തു ഷാഫിഇയ്യ യഖൂൽ, എന്റെ ഉസ്താദ് ഷാഫി ഇമാം പറയുന്നത് ഞാൻ കേട്ടു. എന്താ കേട്ടത്? ഞാൻ അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിലേക്ക് പോവുകയും അവിടെ പോയി അബൂ ഹനീഫ ഇമാമിന്റെ ഖബറ് കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കുകയും ചെയ്യുന്നു. ആരാത് പറയുന്നത്? ഷാഫി ഇമാം. അബൂ ഹനീഫ ഇമാമിനെ ഷാഫി ഇമാം കണ്ടിട്ടില്ല. അബൂ ഹനീഫ ഇമാം വഫാത്താകുന്ന വർഷത്തിലാണ് ഷാഫി ഇമാം ജനിക്കുന്നത്. ചില പണ്ഡിതർ പറഞ്ഞ ഒരു ദിവസത്തിലാണ്. എന്തായാലും അവർ കണ്ടിട്ടില്ല. അബൂ ഹനീഫ ഇമാമിന്റെ ചാരത്തിങ്കൽ പോകുന്നു. എന്നിട്ടോ അബൂ ഹനീഫ ഇമാമിന്റെ ചാരത്തിങ്കലിൽ ഞാൻ പോകുന്നു. അവിടെ പോയി ബറക്കത്തെടുക്കുന്നു. അവരുടെ മക്ബറയിലേക്ക് ഞാൻ പോകുന്നു. എന്നിട്ടോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് പ്രത്യേകം വല്ല ആവശ്യവുമുണ്ടെങ്കിൽ, വല്ല ആഗ്രഹ സഫലീകരണമുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണ്? രണ്ട് റക്അത്ത് ഞാൻ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ ശേഷം എന്നോട് നിങ്ങൾ ചോദിച്ചോളൂ, ഖുർആൻ പറഞ്ഞിട്ടില്ലേ എന്ന് കരുതി അവിടെ വെച്ച് ഞാൻ ചോദിക്കുകയല്ല ചെയ്യുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ അബൂ ഹനീഫ ഇമാമിന്റെ മക്ബറയിലേക്ക് ഞാൻ പോകുന്നു. അബൂ ഹനീഫ ഇമാമിന്റെ മക്ബറയിലേക്ക് ഞാൻ പോകുന്നു. ജാറത്തിങ്കലിൽ വെച്ച് ഞാൻ അവിടെ വെച്ച് ദുആ ചെയ്യുന്നു. അങ്ങനെ ദുആ ചെയ്താൽ എന്റെ ആ ഉദ്ദേശം പൂവറിയാതിരുന്നിട്ടില്ല. ആരാത് പറയുന്നത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 1000 കൊല്ലം മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. നിങ്ങൾക്ക് അറബി അറിയുമോ എങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. ഇമാം ഷാഫി പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ള ലോകത്ത് വിജ്ഞാനത്തിന്റെ വെള്ളി നക്ഷത്രങ്ങളായി പ്രചോദിച്ച മഹാന്മാക്കൾ അവരാണ് ഈ പറയുന്നത്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, അവർ ഷാഫി ഇമാം എന്ന ആ മഹാപണ്ഡിതൻ അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിന്റെ പോകുന്നു. അവിടെ വെച്ച് ദുആ ചെയ്യുന്നു. ആഗ്രഹ സഫലീകരണത്തിന് അവിടെ പോകുന്നു. നിങ്ങൾ പറഞ്ഞ നിങ്ങളെ നേതാവുകൾ പുറത്തിറക്കുന്ന ഇസ്ലാഹി മാസിക ഇതിൽ പറയുന്നതോ അങ്ങനെ ജാറത്തിങ്കിലേക്ക് പോകുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. മുസ്ലിം സമുദായം ഏത് സ്വീകരിക്കണം? ഷാഫി ഇമാം പറഞ്ഞത് സ്വീകരിക്കണോ? ഈ ജാഹിലായ പടുജാഹിലായ ഈ മൗലവി പറഞ്ഞത് സ്വീകരിക്കണോ? നമുക്ക് ചോദിക്കാനുള്ളതാണ്. ഞാൻ നിങ്ങളോടും ചോദിക്കുന്നു, നിങ്ങളെ ഇസ്ലാഹി മാസിക നിങ്ങൾ പറഞ്ഞതെന്താ? നിങ്ങളെ കാണാകാഴ്ചകൾക്ക് ഇസ്ലാഹി മാസിക മറുപടി എഴുതിയ മറുപടിയാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളിത് അംഗീകരിക്കുന്നുവോ? നിങ്ങൾക്കിതേക്കുറിച്ച് എന്ത് പറയാനുണ്ട്? ഞങ്ങൾ ചോദിക്കുകയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജാറത്തിങ്കലിൽ പോയി ആഗ്രഹ സഫലീകരണത്തിന് ജാറത്തിങ്കലിൽ പോയി പ്രാർത്ഥിച്ചു. ഇമാം ഷാഫി പറയുന്നു, നിങ്ങളെ ഇസ്ലാഹി മാസിക പറയുന്നതോ അങ്ങനെ ചെയ്തവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. ആ മൈക്കർ കൊടുക്ക്, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഇമാം ഷാഫി കാഫിറായോ, ഇമാം ഷാഫി മുശ്രിക്കായോ? ഒന്ന് കൊടുത്താ മൈക്ക, ഒന്ന് പറയട്ടെ. ഇസ്ലാഹി മാസികന്റെ ബഹുമാനം മൂപ്പരാണല്ലോ പറഞ്ഞത്. ഒരിക്കലും മുജാഹിദുകാർ ജാറം സന്ദർശിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അവരെന്താണ് മുജാഹിദുകാർ എപ്പോഴും പറയാം, നിങ്ങൾ ജാറം സന്ദർശിക്കണം. എന്തുകൊണ്ട്? നിങ്ങൾക്ക് മരണചിന്ത ഉണ്ടാകണം. അതൊക്കെ നിങ്ങളെ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുക എന്ന് മുജാഹിദുകാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ആഗ്രഹ സഫലീകരണത്തിന് പോകാൻ അയാൾക്ക് വേണ്ടി ദ്വാര കൊടുക്കുന്ന വർത്തമാനം ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ വെല്ലുവിളിക്ക് ഞാൻ മറുപടി കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ഇതിനെ പറ്റുന്നത് ഇമാം ഷാഫി മുശ്രിക്കാണ് സാധിച്ചു തരുന്ന റബ്ബാണ്. അവനല്ലാതെ മറ്റാരും കാര്യം സാധിച്ചു തരില്ല. രോഗം തരുന്നത് അവനാണെങ്കിൽ അവൻ തന്നെയാണ് തീർച്ചയായും മാറ്റുന്നത്. രണ്ടാമത്തെ കാര്യം, രോഗം മാറ്റും
റബ്ബല്ലാതെ മറ്റൊരാൾ എന്നെ സഹായിക്കും എന്ന വിചാരത്തിൽ പോകുന്നവൻ തീർച്ചയായും മുസ്ലിം തന്നെയാണ്. കാരണം സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. പരലോകത്തെ റബ്ബ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നേരത്തെ പറഞ്ഞു കൊടിയല്ലേ ഉയർത്തുന്നത്, അത് നിസ്സാരമല്ലേ എന്നാണ് ചോദിച്ചത്. എന്നാൽ ഭീമാപള്ളിയിൽ ഉയർത്തുന്ന കൊടി ഉറുത്തുകയും അതിൽ നിന്ന് ബർക്കത്തെടുക്കുകയും അങ്ങനത്തെ അനാചാരങ്ങളാണ് നടക്കുന്നത്. രണ്ട്, അത് അവിടെ പ്രഭാഷണം ഇന്ന് 8 ദിവസമാണ് അവിടെ പ്രഭാഷണം. നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരാണ് അവിടെ പ്രഭാഷണം നടത്തുന്നത്. സംസ്ഥയുള്ള പണ്ഡിതന്മാരാണ് പ്രഭാഷണം നടത്തുന്നത്. ശരി, നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരാണ് അവിടെ പ്രഭാഷണം നടത്തുന്നത്. ആ പ്രഭാഷണം നടത്തുന്ന ഒരൊറ്റ പണ്ഡിതന്മാർ പോലും അവിടെ കൊടി ഉയർത്തൽ ഹറാമാണ് എന്ന് ഒരൊറ്റ പണ്ഡിതന്മാർ പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോന്നോരോന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറയാമോ? കഴിഞ്ഞു. എന്നിട്ട് ഉസ്താദ് പറഞ്ഞു ഗാനമേള നടക്കൽ ഹറാമാണ്. എന്നാൽ ഇന്ന് ദീപാവലി നടപ്പുണ്ട്. ലാസ്റ്റ് 2 ദിവസം അവിടെ ഗാനമേള എന്നാ അത് വ്യക്തമായി പറയാം. വ്യക്തമായിട്ടൊന്നല്ലേ പറഞ്ഞു? ഹറാമാണ് 100 വർഷം ഹറാമാകുന്നു. അപ്പുറം എങ്ങനെ വ്യക്താക്കേണ്ടത്? ഇത് സമ്മതിക്കാം. കൊടി ഉയർത്തൽ ഹറാം അല്ല. അതിൽ നിന്ന് ബർക്കത്തെടുക്കുന്നുണ്ട്. ബർക്കത്തെടുക്കൽ ഹറാമല്ല. അല്ല, അത് ഞാൻ പറയാം. അത് രണ്ടാമത്തെ വിഷയങ്ങളിൽ വെച്ചിട്ട് അപ്പൊ 4 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മുജാഹിദുകൾ. ഒന്നാമത്തെ കാര്യം ഭീമാപള്ളിയിലെ പറഞ്ഞത് അവിടെ നടക്കുന്ന മതപ്രഭാഷണം നിങ്ങളെ പോലത്തെ പണ്ഡിതന്മാരാണ് നമ്മളെ പങ്കെടുക്കുന്നത്. ആരാ തെബിലീഗുകാരാകുന്നു. അപ്പൊ നിങ്ങളാ പറഞ്ഞത് മറുപടിയല്ല, ശരിയല്ല, ഞങ്ങൾക്കതിന് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ മറുപടി, മുജാഹിദുകൾ ഖബർ സിയാറത്തിനെതിരല്ല. നിങ്ങൾ ഖബർ സിയാറത്തിനെതിരാണോ അല്ലേ എന്നുള്ളതല്ലപ്പ ഞാൻ പറഞ്ഞത്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ച അതല്ല. നിങ്ങൾ പറഞ്ഞു ഇസ്ലാം മാസികയിലെ മഹത്വങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ മറുപടി നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അത് വായിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തിന്? ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി മക്ബറകൾ തേടിപ്പോകുന്നത് മുസ്ലിങ്ങളുടെ ശൈലിയല്ല, അത് ജൂതന്മാരുടെ ശൈലിയാണ്, ക്രിസ്ത്യാനികളുടെ ശൈലിയാണ്. അതുപോലെ തന്നെ അത് മുസ്ലിക്കുകളുടെ ശൈലിയാകുന്നു. നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹി മാസിക അതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടി ദാറത്തിങ്കലിൽ പോയി അബൂ ഹനീഫ ഇമാമിന്റെ ദാറത്തിങ്കലിൽ പോകുന്നു. ഇമാം ഷാഫി മുശ്രിക്കായോ അല്ലേ? അതും കേട്ട് പറയും. ഭീമാപള്ളിയിലെ നേർച്ച ഗാനമേളം പിന്നെ പറയാം. അത് പാടില്ലാത്തതിനായി ആർക്കും തർക്കമില്ല. മൈക്കൊടുക്കും അത് മാത്രം പറയും. എന്നിട്ട് നമുക്ക് അടുത്ത ഇമാം ഷാഫി മുശ്രിക്കാണോ മുനാഫിക്കാണോ എന്നല്ല എന്റെ ചോദ്യം. അല്ല, എന്റെ ചോദ്യം അതാണ്. എന്റെ ചോദ്യം അതാണ്. മറുപടി പറയാനല്ല എന്റെ മറുപടി പറഞ്ഞു. ചില മറുപടി ചോദ്യത്തിലൂടെ ആയിരിക്കും. ചില മറുപടി ചോദ്യങ്ങൾക്ക് മറുപടി ചോദ്യത്തിലൂടെ ആയിരിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ പറഞ്ഞത് കാരാകാഴ്ചകൾക്ക് ഞങ്ങളെ മറുപടി ഇസ്ലാഹി മാസികയുണ്ട്, അത് നമ്മളത് മാറ്റിമറിക്കുന്നില്ല. ഞാൻ ഇതുമ്പോ തന്നെ പറഞ്ഞത് തന്നെയുള്ളത്. മാറ്റിമറിക്കുന്ന കാര്യമില്ല. എനിക്ക് മാറ്റിമറിക്കുന്ന ശൈലിയും അറിയില്ല. നിങ്ങൾ ചോദിച്ചതെന്താ? കാരാകാഴ്ചകൾക്ക് മറുപടി പറഞ്ഞ് ഞങ്ങൾ എഴുതിയ ഇസ്ലാഹി മാസികകൾ വായിച്ചിട്ടില്ലേ? ആ ഇസ്ലാഹി മാസികയാണ് ഞാൻ വായിക്കുന്നത്. അതിൽ പറയുന്നത് എന്താ? ഇങ്ങനെ മക്ബറകളിലേക്ക് ജാറങ്ങളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോകുന്നവൻ മുസ്ലിക്കാകുന്നു, കാഫിറാകുന്നു, ജൂതനാകുന്നു, ക്രിസ്ത്യാനിയാകുന്നു. അവിടെയാണ് എന്റെ ചോദ്യം. എന്ത്? അല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ ഷാഫി ഇമാം ഇതാ അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കലിൽ പോകുന്നു. അവിടെ പോയി ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവിടേക്ക് പോകുന്നു. അവിടെ പോയി പ്രാർത്ഥിക്കുന്നു. ശിർക്കാണോ കുഫ്റാണോ? ഇമാം ഷാഫി മുശ്രിക്കായോ കാഫിറായോ ജൂതനാണോ? ഇതാ ഞങ്ങൾ ചോദിക്കുന്നത്. എന്റെ ഇടത്തെ കയ്യിൽ ഇസ്ലാഹി മാസിക, വലത്തെ കയ്യിൽ ഷാഫി ഇമാം പോയി എന്ന് പറയുന്ന 1000 വർഷം മുമ്പ് രചിക്കപ്പെട്ട താരീഖ് ബഗ്ദാദ് എന്ന ഗ്രന്ഥം ഇതിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഭീമാപള്ളിയിലെ ആ നാടകത്തെക്കുറിച്ച് എനിക്കറിയേണ്ടതില്ല. ഹറാമാണ്, സംശയമില്ല. അവിടെ നടക്കുന്ന ഗാനമേള ഹറാമാണ്, വ്യക്തമായി പറഞ്ഞതാണ്. ഇനിയും അത് ആവർത്തിക്കേണ്ടതില്ല. ഞങ്ങൾക്കറിയേണ്ടത്, ഈ ജനങ്ങൾക്കറിയേണ്ടത്, നിങ്ങൾ പറഞ്ഞ ഇസ്ലാഹി മാസികയിൽ എഴുതിയിരിക്കുന്നു ജാറങ്ങളിലേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോകുന്നവൻ മുശ്രിക്കാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാണ്. ചോദിച്ചോട്ടെ ഇമാം ഷാഫി, ഞങ്ങളുടെ നേതാവ്, ലോകത്ത് ഇമാമുൽ അഇമ്മ, ഇമാമുകളുടെ നേതാവ് എന്ന ഖ്യാതി നേടിയ മഹാ ഇമാമ് ഇമാം ഷാഫി മുശ്രിക്കായി പോയോ? കാഫിറായി പോയോ? ജൂതനായി പോയോ? ക്രിസ്ത്യാനിയായി പോയോ?
എന്തിനാണ് ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത്? നിങ്ങൾ ഇസ്ലാഹി മാസികയുടെ പോലീസ് പറഞ്ഞതുകൊണ്ടായില്ല. അതൊന്നും പറയും, അതിന് പറയും, ഇതിന് ബാക്കി വ്യക്തമാക്കി മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സത്യവിശ്വാസി ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് കാഫിറെന്നോ മുനാഫിക്കെന്നോ മുസ്ലിമെന്നോ പറയരുത്. കാര്യം അവന്റെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അവന്റെ പ്രവർത്തനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുണ്ടോ, അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു എന്നതാണ് വിഷയം. അല്ലാതെ ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ട് അവൻ കാഫിറാണ്, മുനാഫിക്കാണ്, മുസ്ലിമാണെന്നുള്ള വിഷയം വരുന്നില്ല ഇവിടെ. അതല്ല ഞാൻ പറഞ്ഞത്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഇപ്പോൾ വളരെ വ്യക്തമാക്കി പറയാം. അള്ളാഹു അല്ലാതെ, അവനല്ലാതെ മറ്റൊരാൾ സഹായിക്കും, പരലോകത്ത് അവനല്ലാതെ മറ്റൊരാൾ സഹായിക്കും എന്ന വിശ്വാസത്തോടെ പോയാൽ മുനാഫിക്ക് തന്നെയാണ്. അത് ഏത് കാരണമായിരുന്നാലും ശരി തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ മാത്രമാണ് ആരാധനയ്ക്കറിയാൻ, അവനല്ലാതെ മറ്റാരുമില്ല. അവനാണ് രോഗം തരുന്നവൻ, അവനാണ് അത് മാറ്റിത്തരുന്നത്. അതുകൊണ്ട് അവനോട് മാത്രം ദുആ ചെയ്യുക, അവനോട് മാത്രം സഹായം തേടുക. അവനാണ് എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ, മയക്കമില്ലാത്തവൻ, ഉറക്കമില്ലാത്തവൻ. പരലോകത്തിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണ്, ഭൂമിയിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനാണ്. അവൻ തന്നെയാണ് ഉടമ, അവനെ തന്നെയാണ് ആരാധിക്കേണ്ടത്. അല്ല, അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ഒരു കാര്യമായിട്ട് പറഞ്ഞതിപ്പോ എന്താ, നമ്മൾ ഈ ചോദിച്ച വിഷയത്തിനല്ല. മയക്കമില്ലാത്തവൻ അള്ളാഹുവാണ്, ഉറക്കമില്ലാത്തവൻ ആർക്കപ്പോ അതിന്റെ സംശയം? അള്ളാഹ് ഉറക്കമില്ല ആരെങ്കിലും പറഞ്ഞെങ്കിലും അത് ഓർഡർ അത് പറയേണ്ടതുള്ളൂ. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു അള്ള ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെ വിഷയം അതല്ല. നമുക്ക് വേണ്ടതെന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കഴിവ് കൊണ്ടാണ് മഹാത്മാക്കളെ സഹായിക്കുന്നത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങളായ നമ്മൾ. അങ്ങനെയാണ് നമ്മൾ ജാറത്തിൽ പോകുന്നത്. ആ ജാറത്തിൽ പോകുന്നതിനെ കുറിച്ചാണ് വഹാബികൾ പറഞ്ഞത്. ഇസ്ലാം